സരോജം കോളേജിൽ പോയിട്ട് വരികയായിരിക്കുമല്ലേ? നമ്മുടെ ഈ ബന്ധത്തിന്റെ കാര്യം ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചോട്ടെ. എൻ്റെ അച്ഛനോട് ചോദിച്ചോ ഗോപാലൻ കൃഷ്ണൻ ചേട്ടൻ? അച്ഛനോട് ചോദിച്ചു. അമ്മയോടും ചോദിച്ചോ? അമ്മയോടും ചോദിച്ചു. ഏട്ടനോടോ? ഏട്ടനോടും ചോദിച്ചു. അവർക്കൊക്കെ സമ്മതാണെങ്കിൽ എനിക്ക് സമ്മതാ. എൻ്റെ ദൈവമേ, അപ്പോൾ ഞാൻ ഉടനെ തന്നെ സരോജത്തിൻ്റെ വീട്ടിലേക്ക് അവരെയും കൂട്ടി പെണ്ണ് ചോദിക്കാനായിട്ട് വരട്ടെ? എങ്കിൽ സരോജം പൊയ്ക്കോളൂ. എൻ്റെ സരോജം, എൻ്റെ സരോജം, എൻ്റെ മാത്രം സരോജം. എൻ്റെ മനസ്സിൻ്റെ അകത്തട്ടിൽ പൊന്നു വീണ സ്നേഹത്തിൻ്റെ പൂക്കളാണ്. നിന്നോടൊപ്പമുള്ള ഒരു നിമിഷവും എൻ്റെ ഹൃദയത്തിൻ്റെ കോണിലുണ്ടാകുന്ന പ്രണയത്തുടുപ്പുകൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഹലോ ബേബി. ഹായ് ഡാർലിംഗ്. എവിടെയാടാ കുട്ടാ? ഞാനൊരു ബെസ്റ്റിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഇപ്പൊ വരുമെന്ന് പറഞ്ഞേ. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. നമ്മൾ സെയിം വൈബാണല്ലോ. അടിപൊളി സെറ്റ് അല്ലേ? പിന്നല്ലാതെ. ഇങ്ങനെ ചാറ്റിംഗ് ഒക്കെ ആയിട്ട് നടന്നാ മതിയോ? ചാറ്റ് ചെയ്തിട്ടാണല്ലോ ചീറ്റ്. കണ്ടില്ല, നമ്മളെ നേരിൽ കണ്ടില്ല. അല്ല, ചാറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ മീറ്റ് ചെയ്യുന്നേ. നമുക്കൊരു ഡേറ്റിങ്ങിനൊക്കെ പോണ്ടേ? നീ ഫിക്സ് ചെയ്തോ? ഫിക്സ് ചെയ്തേ. പിന്നെ ഈ മാസം മതിയോ? നെക്സ്റ്റ് വീക്ക് ആയിക്കോട്ടെ. നെക്സ്റ്റ് വീക്ക് 18-ാം തീയതി ആയിക്കോട്ടെ. ഓക്കെ, ലവ് യു. ലവ് യു 2 3 4. വെക്കട്ടാ. ഓക്കെ കാന്താരി. പോടാ കുറുമ്പ. 18-ാം തീയതി മറ്റേ ബെസ്റ്റ്, 19-ാം തീയതി മറ്റേ ബെസ്റ്റ്, 20 മറ്റേ ബെസ്റ്റ്. ഈ മാസത്തിൽ നിന്നും നടക്കൂല ഒരു ഡേറ്റിംഗ്. ഇന്ന് ഒരാളെ ഒപ്പിക്കണമല്ലോ, മറ്റേ ബെസ്റ്റ്.